മുപ്പര് പറഞ്ഞല്ലോ, സലഫുകൾ വിശദീകരണമുണ്ട്. എവിടെ? ഏത് സലഫുകളുടെ? സലഫുകൾ എന്ന് പറയുന്നത് ആരാണ്? സലഫുകൾ എന്ന് പറയുന്നത് എന്താണ്? മൻഹജ് സലഫ് എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെയൊക്കെ ചില ആളുകളുടെ വിശദീകരണം കേട്ട ഈ നേരത്തെ മൻഹജ് സലഫ് അനസ് പോലെ വിശദീകരിക്കുകയുണ്ടായി. ആളുകൾ പറയും, ഹിജറ 1433 മരണപ്പെട്ട പണ്ഡിതൻ ഇത് വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധുക്കളായ ആളുകൾ വിചാരിക്കും ഹിജറ 1433 1432 എന്നൊക്കെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ കാലഘട്ടം കഴിഞ്ഞ തൊട്ടടുത്ത വർഷമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ 2012 ഫെബ്രുവരിയിലും 2012 ജനുവരിയിലുമൊക്കെ മരണപ്പെട്ടു പോയ ആളുകളുടെ എന്റെ ഒരു ചെറിയ ഈ കാലഘട്ടത്തിൽ ഈ വർഷങ്ങളിൽ ജീവിച്ച കുറച്ചാളുകളുടെ പരാമർശങ്ങൾ എടുത്ത് സലഫി മൻഹജാണെന്ന് പറഞ്ഞ് പുതിയ ഒരു ഇറക്കുമതിക്ക് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതല്ല സലഫി മൻഹജ്. ഇവിടെ മൻഹജില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയ മടപൂരികൾക്ക് മുന്നിൽ മൻഹജു സലഫ് എന്നത് പഠിപ്പിച്ചു കൊടുത്തവരാണ് മുജാഹിദ് പ്രസ്ഥാനം. സ്വഹാബത്തിന്റെയും താബീങ്ങളുടെയും തബൂ താബീങ്ങളുടെയും 3 നൂറ്റാണ്ട് കാലം ഖുർആനിനെ അവരെങ്ങനെ മനസ്സിലാക്കിയോ, സുന്നത്തിനെ അവരെങ്ങനെ മനസ്സിലാക്കിയോ, ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കാനുള്ള മാർഗമാണ് സലഫി മൻഹജ് എന്ന് മടപൂരികൾക്ക് പഠിപ്പിച്ചു കൊടുത്തവരാണ് മുജാഹിദുകൾ എന്ന വസ്തുത ജിന്നൂരികളെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ജിന്നൂരികൾ എന്ന് പറയുമ്പോൾ വലിയ വിഷമമാണ് പലർക്കും. എന്തിനു വിഷമിക്കണം? സക്കരിയ മൗലവി എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ഒരു മനുഷ്യന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നവരോടും അതുപോലെ ബാനർ കെട്ടുന്നവരോടും അതിനുവേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നവരോടും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടും മാന്യമായ ഭാഷയിൽ അവരെക്കുറിച്ചൊരു പരാമർശമുണ്ടെങ്കിൽ തെമ്മാടിത്തമെന്നാണ് അതിന്റെ പരാമർശം. ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് ആ സംഘടന പുറത്താക്കിയ ഒരു മനുഷ്യന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നതും ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും മാന്യമായ ഭാഷയിൽ ഷെരീഫ് മേലേതിലിന്റെ പദം കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, അത് ശുദ്ധ തെമ്മാടിത്തം തന്നെയാണ്. മാത്രമല്ല ഈ ഹദീസ് വിശദീകരിക്കാൻ ഇപ്പൊ ദുർബല ഹദീസ് ആലുവയിൽ തകർന്നു. ദുർബല ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വസീലത്തു ശിർക്കെന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലെന്ന് ഈ ആലുവയിലെങ്കിലും ഇവർ സമ്മതിച്ചു എന്നത് അൽഹംദുലില്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ പടയോട്ടത്തിന്റെ വിജയമായി, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിന്റെ വിജയമായി ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. എത്ര സീഡികളാ പുറത്തിറങ്ങിയത്? യാ ഇബാദല്ലാഹ് വിശദീകരിക്കുന്നു പാർട്ട് 1, യാ ഇബാദല്ലാഹ് വിശദീകരിക്കുന്നു പാർട്ട് 2, യാ ഇബാദല്ലാഹ് വിശദീകരിക്കുന്നു പാർട്ട് 3. പോരാ, വ്യത്യസ്തങ്ങളായ ആളുകൾ നടന്നൊക്കെ വിശദീകരിച്ചു. തീർന്നിട്ടില്ല. വിമാനം കയറി കേരളത്തിലേക്ക് യാ ഇബാദല്ലാഹ് വിശദീകരിക്കുന്നു കോട്ടക്കൽ, യാ ഇബാദല്ലാഹ് വിശദീകരിക്കുന്നു രാമനാട്ടുകരയിൽ. നിർത്തിക്കൂടെ? ഇനിയെങ്കിലും ഈ ഒരു വിഡ്ഢിത്തരം പ്രസംഗിച്ച് നടക്കൽ അവസാനിപ്പിച്ചുകൂടെ? ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു വാചകമാണ് ഈ സന്ദർഭത്തിൽ ഇത്തരം ഒരു കള്ള ഹദീസ് വിശദീകരിച്ച് നടക്കുന്നവരോട് പറയാനുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാണം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനം വേണം. ഇത് രണ്ടുമില്ലെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് കണ്ട് പഠിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു സമ്മേളനത്തിന്റെ പടിവാതിൽക്കൽ നാം ഒരു പോരാട്ടത്തിന്റെ തുടക്കത്തിലാണ്, ഒരു പോരാട്ടത്തിന്റെ വീതിയിലാണ്, ഒരു ചരിത്ര പ്രസിദ്ധമായ ആദർശ പോരാട്ടത്തിലാണ്. ഈ സമ്മേളനം തകർക്കാനും ഈ സമ്മേളനം തളർത്താനും ആരൊക്കെ കെട്ടും ഭാണ്ഡങ്ങളും മുറക്കി അരമനകളിൽ കാത്തുകെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഓർമ്മിപ്പിക്കട്ടെ അവരോട്, ഈ പ്രസ്ഥാനത്തെ കണ്ണിലെണ്ണയൊഴിച്ച് സംരക്ഷിച്ച പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി, ഈ പ്രസ്ഥാനത്തെ കണ്ണിലെണ്ണയൊഴിച്ച് സംരക്ഷിച്ച കാരണവന്മാരെ സാക്ഷി നിർത്തി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഉറപ്പിച്ചു പറയുന്നു, മുജാഹിദ് സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാൻ ഒരുത്തന്റെയും ഒരു ജിന്നൂരിയുടെയും ജിന്നുവാദം പറഞ്ഞ് സക്കരിയ മൗലവിയുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഒരുത്തന്റെയും സഹായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ആവശ്യമില്ല. തൗഹീദുള്ള ആദർശബോധമുള്ള ജീവിതത്തിന്റെ വിശുദ്ധിയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് സംസ്കാരം പഠിച്ച പണ്ഡിതന്മാരിൽ നിന്ന് ധാർമ്മികത പഠിച്ച വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠനം നടത്തിയ പഠിച്ച നിഷ്കളങ്കരായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഈ സമ്മേളനം ഏറ്റെടുക്കാനും ഇത് വിജയിപ്പിക്കാനും ഉണ്ടാകുമെന്ന വസ്തുത നാം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും, അത് തീർച്ചയാണ്. പടച്ചറബ് നാം അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.